الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അർഹമുർറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നമസ്കരിച്ച നമസ്കാരവും അതിനുശേഷം പരിശുദ്ധമായ ഖുർആനിന്റെ കേൾവിയും പഠനവും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറയാണ്. അതിലെ 42 മുതൽ 46 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി. നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തി നിങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത്. ഇത് യഹൂദികളോടാണ് അള്ളാഹുവിന്റെ കൽപ്പന. എങ്കിലും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ജനങ്ങളോടുമുള്ള അള്ളാഹുവിന്റെ ഉപദേശമാണ്. സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കലർത്തി ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത്. ആരുടെയെങ്കിലും തൃപ്തിക്ക് വേണ്ടി, ആരുടെയെങ്കിലുമൊക്കെ സിമ്പതിക്ക് വേണ്ടി, ആരുടെയെങ്കിലുമൊക്കെ സ്നേഹത്തിന് വേണ്ടി. അതുപോലെ തന്നെ സത്യത്തെ നിങ്ങൾ മറച്ചു പിടിക്കുകയും ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത് പറഞ്ഞു, വഅഖീമുസ്സലാ വആതുസ് സക്കാ വർക്കഉ മഅർ റാക്കിഈൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തു വിടുകയും ചെയ്യണം. റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഅ്മിനീങ്ങളോടൊപ്പം, എപ്പോഴും മുഅ്മിനീങ്ങളോടൊപ്പമായിരിക്കണം. ഒരാശയം അങ്ങനെയാണ്. രണ്ടാമത്തെ ആശയം, നിങ്ങൾ ജമാഅത്ത് നമസ്കാരത്തിനെ മുറുകെ പിടിക്കണം. അതിന് വലിയ താല്പര്യവും കാണിക്കണം. നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ അതിൽ പങ്കെടുക്കണം. ഇതാണ് രണ്ടാമത്തെ ആശയം. അപ്പൊ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വിടുക,
ജമാഅത്ത് നമസ്കാരത്തെ നിർബന്ധ ബാധ്യതയായി മനസ്സിലാക്കി അതിൽ പങ്കെടുക്കുക. മുഅ്മിനീങ്ങൾ കൂടുന്ന യോജിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും യോജിച്ച് ഒരുമിച്ച് നിൽക്കുക. ഒറ്റ തിരിഞ്ഞു പോകാൻ പാടില്ല, ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ യോജിച്ച് നിൽക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർക്കഉ മഅ റാക്കിഈൻ എന്ന് പറഞ്ഞതിന്റെ ആശയം കൂനു മഅഹും വമിൻഹും, ജൂതരിൽ വിശ്വാസികളായ ആളുകളോടൊപ്പം നിങ്ങളും ചേർന്ന് നിൽക്കുക എന്നാണ് പറഞ്ഞതെന്നാണ്. ജൂതന്മാരിൽ വിശ്വാസികളായ ആളുകളുണ്ട്, പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളുണ്ട്. അവരെ അകറ്റി നിർത്തണ്ട, അവരുമായി നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം എന്ന് പറയപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. ആളുകളോട് നന്മ ഉപദേശിക്കുകയും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ മറന്നു കളയുകയും ചെയ്യുക. ആളുകളോട് നന്മ ഉപദേശിക്കും, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അതുണ്ടാകുകയില്ല. സ്വന്തം ജീവിതത്തിനെ മറന്നു കളയും. അങ്ങനെ നിങ്ങൾ ആളുകളോട് ഉപദേശം നടത്തുകയും സ്വന്തം ജീവിതത്തെ, സ്വന്തം നഫ്സിനെ നിങ്ങൾ മറക്കുകയും ചെയ്യുകയാണോ? വഅന്തും തത്ലൂനൽ കിതാബ്, നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ കാര്യങ്ങൾ യഥോചിതം മനസ്സിലാക്കുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ആളുകളെ ഉപദേശിക്കുക, ആളുകളോട് നന്മ കൽപ്പിക്കുക, ആളുകളോട് നല്ല വർത്തമാനങ്ങൾ പറയുക, എന്നിട്ട് സ്വന്തം നഫ്സ് വരുമ്പോൾ അതിനെ മറന്നു കളയുക. ഇതിനെ സംബന്ധിച്ച് അനേകം ഹദീസുകൾ പ്രവാചക വചനങ്ങളിലൂടെ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. മഹാനായ ജുന്ദുബ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുൽ ആലമി അല്ലദീ യുഅല്ലിമുൻ നാസ അൽ ഖൈറ വലാ യഅമലു ബിഹി, ആളുകൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നാൽ സ്വന്തം അത് അമൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളിന്റെ ഉപമ കമസലി സിറാജി യുദീഉ ലിന്നാസി വയുഹ്ലികു നഫ്സഹു, ജനങ്ങൾക്ക് വെളിച്ചം പ്രകാശമുണ്ടാകുന്ന ഒരു വിളക്ക് പോലെയാണ്. ജനങ്ങൾക്ക് പ്രകാശമുണ്ടാകുന്ന ഒരു വിളക്ക് പോലെയാണ്. ആ വിളക്കിലൂടെ ജനങ്ങൾ, ആ പ്രകാശത്തിലൂടെ ജനങ്ങൾ നേർവഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതേ പ്രകാശം തന്നെ, അതേ വിളക്ക് തന്നെ വയുഹ്ലികു നഫ്സഹു, ആ മനുഷ്യനെ ആകട്ടെ കരിച്ചു കളയുകയും ചെയ്യുന്നു. ഇതേപോലെയാണ് ജനങ്ങളോട് നന്മ ഉപദേശിക്കുന്നു, എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ അതില്ലാതാവുകയും ചെയ്യുന്നു. വളരെ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് മുഅ്മിനീങ്ങളെ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മററതു ലൈലത്തുൻ ഉസ്രിയ ബി അലാ ഉനാസിൻ, എന്നെ ഇസ്രാ ചെയ്യപ്പെട്ട രാത്രി അഥവാ ആകാശ ആരോഹണം നടത്തിയ രാത്രിയിൽ ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി. എങ്ങനത്തവരാണ്? തക്രിദു ശഫാഹഹും വഅൽസിനതഹും വകാരിദിൻ മിൻ നാർ, തീ കൊണ്ടുള്ള കത്രിക കൊണ്ട് അവരുടെ നാവിനെയും അവരുടെ ചുണ്ടുകളെയും അവരെ കീറി മുറിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നാവിനെയും ചുണ്ടിനെയും അവരെ തീയാനുള്ള കത്രിക കൊണ്ടിട്ട് അവർ കഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു, കീറിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, നബി നമ്മൾ പറയാണ്, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ ഇവരാരാണ്, ഇവരാരാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൗലാഇ ഖുതബാഉ ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിലെ പ്രാസംഗികരാണിവർ. യഅ്മുറൂന അന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് അവർ നന്മ കൽപ്പിക്കും, പക്ഷേ വയൻസൗന അൻഫുസഹും, അവർ അവരുടെ ശരീരത്തെ മറന്നു കളയും. നിസ്കരിക്കണമെന്ന് ആളുകളോട് പറയും, ഇവർ കിടന്നുറങ്ങും, നിസ്കരിക്കൂല. നന്മയായ കാര്യങ്ങൾ ജനങ്ങളോട് പറയും, പക്ഷേ ആ നന്മയായ കാര്യങ്ങളൊന്നും ഇവരിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഒരു ഹദീസ് കേട്ടോടെ. ഉഖബ റളിയല്ലാഹു തആല അൻഹു പറയുന്നു,
ഇന്ന ഉനാസൻ മിൻ അഹ്ലിൽ ജന്ന യത്തലിഊന അലാ ഉനാസിൻ മിൻ അഹ്ലിൻ നാർ. നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗവാസികളായ ചില ആളുകൾ നരകവാസികളുടെ മുന്നിലേക്ക് വരുമത്രേ, സംസാരിക്കാൻ വേണ്ടി വരും. സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു വിഭാഗം ആളുകൾ നരകവാസികളായ ആളുകളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, നിങ്ങളെന്താ ഈ നരകത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം? നിങ്ങൾ എങ്ങനെയാ നരകത്തിൽ പ്രവേശിച്ചത്? നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നത് കാരണത്താലാണ് ഞങ്ങൾ എവിടെ പ്രവേശിച്ചിരിക്കുന്നത്, ഞങ്ങൾ സ്വർഗത്തിലെത്തിയിരിക്കുന്നത്. നിങ്ങൾ കാരണത്താലാണ് ഞങ്ങൾ സ്വർഗത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നരകത്തിൽപ്പെട്ടത്? നിങ്ങൾ എങ്ങനെയാണ് നരകത്തിൽപ്പെട്ടത്? അപ്പൊ അവർ പറയും, ഞങ്ങൾ പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ പ്രവൃത്തിയിലുണ്ടായിരുന്നില്ല. പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പറച്ചിൽ കേട്ട് ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടി, ഒരുപാട് ആളുകൾ അമലുകൾ ചെയ്തു, ഒരുപാട് ആളുകൾ നന്മകൾ ചെയ്തു, അവർ സ്വർഗത്തിലെത്തി. പക്ഷേ പറഞ്ഞുകൊണ്ട് നടന്നവനോ എവിടെ എത്തി? നരകത്തിലുമെത്തി. നഊദുബില്ല, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ജനങ്ങളോട് നന്മ ഉപദേശിക്കുന്നു, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ, ശരീരത്തെ മറന്നു കളയുകയും ചെയ്യുന്നു. നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു. അഫലാ തഅഖിലൂ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഗൗരവതരമായ 3 കാര്യങ്ങൾ. ഒന്ന്, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കേട്ടതിന്റെ മർമ്മപ്രധാനമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, നന്മ സത്യവും അസത്യവും കൂട്ടിച്ചേർത്ത് ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. സത്യത്തെ മറച്ചു പിടിക്കുകയും ചെയ്യരുത്. എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക തന്നെ ചെയ്യണം. ആരുടെയും സിമ്പതിക്ക് വേണ്ടി, ആരുടെയെങ്കിലൊക്കെ സ്നേഹത്തിന് വേണ്ടി, ആരുടെയെങ്കിലൊക്കെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി സത്യത്തെ മറച്ചു പിടിക്കരുത്. സത്യം പറയുക തന്നെ ചെയ്യണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, നമസ്കാരത്തെ നിലനിർത്തുകയും അതേപോലെ തന്നെ യഥാവിധി സക്കാത്ത് കൊടുത്തു വിടുകയും ജമാഅത്ത് നമസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പങ്കെടുക്കുകയും മുഅ്മിനീങ്ങൾ ഒരുമിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യണം, ചേർന്ന് നിൽക്കണം. രണ്ടാമത്തെ കാര്യം, ജനങ്ങളോട് ഉപദേശിക്കുമ്പോൾ വളരെ ഗൗരവത്തിലെടുക്കണം, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം. പറയുന്ന കാര്യങ്ങൾ തന്റെ ജീവിതത്തിലും ഉണ്ടോ എന്ന് നോക്കണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅർ റാകിഈൻ. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.